ഹലോ ഗൈസ്, ഞാനാണ് ആമിഫ്രിക്കി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പപ്പ വെട്ടുന്ന റബ്ബറിന് ഇപ്പം പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി പോയേക്കുക. അപ്പോൾ അത് എത്ര മരം ഉണ്ടെന്ന് എണ്ണണം. എണ്ണിയ മരത്തിന് പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് എണ്ണണം. പിന്നെ ഇതെന്താ ചെയ്യേണ്ടത്? പിന്നെ വിറക് എടുക്കാൻ പോകണം. വിറകും പെറുക്കി മരം ഉണ്ടെന്ന് ആണ് ഇന്നത്തെ പണി. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാൻ ഓർത്തു. അപ്പോൾ എങ്ങനെയാ പോയില്ലേ? പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന വഴിക്ക് എൻ്റെ പപ്പയുടെ അമ്മ ഇവിടെ താമസിക്കുന്നുണ്ട് ക്വാർട്ടേഴ്സിൽ. ഒരു ഓറഞ്ച് നിന്നുകൊണ്ട് പോവാം. നല്ല മധുരമുണ്ട് കേട്ടോ. പുസ് അമ്മയും അമ്മച്ചിയും പിന്നാലെ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. എന്തൊന്നും പറയാനില്ല. എൻ്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയൂ. ഹായ് ഹായ് അമ്മ, ശരി ഹായ് പറഞ്ഞേ. ആമിഫ്രിക്കിനെ കാണാത്തവരെല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ്, എൻ്റെ അമ്മേനെ ഇഷ്ടപ്പെട്ടവർ എൻ്റെ അമ്മയുടെ മുളയെ എനിക്കിതെല്ലാം ചെയ്തു തരണം. ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാന്നില്ലായിരുന്നോ? ഞങ്ങൾ പപ്പനെ ഹെൽപ്പ് ചെയ്യാൻ പോകാൻ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടില്ലാത്തവരതൊന്നും പോയി കാണണം കേട്ടോ. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ അതേ റൂട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അത്ര എത്തണ്ട. അതിൻ്റെ സൈഡിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇപ്പുറ സൈഡിൽ ഇത് മമ്മിയുടെ തോട്ടാണ്, ഇത് പപ്പയുടെ തോട്ടാണെന്നൊക്കെ പറഞ്ഞു തന്നില്ലായിരുന്നോ? എന്ന് പറയുന്ന പോലെ ആണ് സ്ഥലം. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയിൽ നിങ്ങളെ കാണിച്ചു തരാം. വെയിലായിട്ട് എനിക്ക് തന്നെ കണ്ണ് കാണുന്നില്ല ഗൈസ്. ഇപ്പോൾ കാണാം. ഈ റോഡ് അങ്ങ് താഴോട്ട് ഞാനിപ്പോഴും പോകുന്നത്. ഈ റോഡിന് അവിടെ നേരെ താഴോട്ട് എന്നാ വെയില. ഇത് അങ്ങ് അവിടെ വീടുണ്ട്. അപ്പം എന്നാ ആ വഴിയാണ് ഞാനിപ്പോഴും പോകുന്നത് വീട്ടിലേക്ക്. ഇത് അവിടെ നിന്ന് ഞങ്ങൾ നടന്നു വരുവാ. ഇവിടെ നമ്മുടെ കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. നടക്കുമ്പം നല്ല ഇതാണ്. പക്ഷേ ബൈക്കിനാണ് 5 മിനിറ്റേ ഉള്ളൂ. അപ്പം പപ്പയുടെ കൂടെ 2-3 ചേട്ടന്മാരും ഉണ്ട്. പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ വേണ്ടി പോയതാണ്. ഒരാൾ പശേക്കും, ഒരാൾ പ്ലാസ്റ്റിക് ഒട്ടിക്കും, ഒരാൾ ബെൽറ്റ് അടിക്കും, മറ്റേ സ്റ്റേപ്പിൾ അടിക്കും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് പണി തരും. അപ്പൂസ് ഷോർക്കാണ് കേട്ടോ അവൻ്റെ സൈക്കിളിൽ ഇതാക്കുന്നത്. അപ്പൂസേ എന്നോട് മിലൻ ചോദിച്ചു ഇതേത് കമ്പനിയുടെ സൈക്കിളാണ്? ഏത് കമ്പനിയുടെ സൈക്കിൾ അപ്പൂസേ? ലൈഫ് ലോങ്ങിൻ്റെ സ്ട്രോങ് എന്ന് പറയുന്നത് ഇത് ലൈഫ് ലോങ് കമ്പനിയുടെ. ഗൈസ്, ഇവിടെ എന്തോ ഈ തെങ്ങ് നട്ടാൻ വേണ്ടി കുഴി ഉണ്ടാക്കുന്നത് ആണോ? തെങ്ങ് നടാൻ വേണ്ടിയിട്ട് ഈ നിങ്ങൾക്കറിയാം ഗൈസ്, ഈ കാണുന്ന ഈ തോട്ടം ഫുള്ളും ഈ ഒരു ഏര് തന്നെ ഒരു ചേട്ടൻ്റെയാണ്, ഒരു കർണാരെന്ന് പറയുന്നത്. മോംസ് മാജിക്. ഈ കുഞ്ഞമ്മളിയിൽ നിന്നും വലിയ മൊഴിയുണ്ടായി, ഈ കുഞ്ഞു മുളിയിൽ നിന്നും വലിയവനുണ്ടായി. ഇപ്പല്ലേ നേരെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വണ്ടി ഇവിടെ 4 പേരും കാറിനാണ് വന്നത്. കണ്ടോ, പുകമല ഏഞ്ചൽ എയിമിൽ ഹെബനസർ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ തോട്ടം. ഇത് ഞങ്ങളുടെ മറ്റൊരു തോട്ടം. ഇത് നമ്മുടെ കാറല്ല. ഇവിടെ ഈ തോട്ടത്തിൻ്റെ ഓണർ ഒരു വക്കീലാണ് ഗൈസ്. അപ്പം അമ്മ ഇതിലിരിക്കാൻ പോവാം. അമ്മ ഇരുന്നു. ഇതിലൊക്കെ ഇരിക്കുക. പണ്ട് മമ്മിക്ക് ഓർമ്മയുണ്ടോ, സ്കൂട്ടി ഓടിക്കാനെന്നും പറഞ്ഞ് ഇതിലെ കൂടെ വന്നേച്ചിട്ട് അവിടെ എങ്ങാണ്ടുള്ളൊരു കല്ലേൽ അമ്മേ പണ്ടെങ്ങാണ്ട് ഇവിടെ ഇങ്ങോട്ട് ആ പാറയിലാന്ന് തോന്നുന്നു ഞൂഞ്ഞി എന്നിട്ട് ചേച്ചി എൻ്റെ ചേച്ചി സ്കൂട്ടിയിൽ നിന്ന് ഇങ്ങനെ സ്കൂട്ടി പഠിക്കാണ്ടി വന്നു. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ ഒരു ഇരക്കൽ നിന്ന് ആ പാറക്കണ്ട ഒറ്റയടി അവള് തെറിച്ചൊരു പോക്ക്, സ്കൂട്ടി ഒരു വഴിക്ക്. ആക്ച്വലി ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ എന്ന ആളുടെ വടിയാവേണ്ടതായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കളിയെന്ന് വേണമല്ലോ പറയാൻ. ഭാഗ്യമൊക്കെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ഇത്രയും സംസാരിച്ച് ഞാനൊരു വഴിയായി ഗൈസ്. അപ്പം പപ്പയൊക്കെ ഇത് റോഡിൻ്റെ ഇക്ക സൈഡ്, റോഡിൻ്റെ ഈ സൈഡിലാണ് ഞങ്ങളുള്ളത്. ഈ സൈഡിൽ ആ സൈഡിൽ പപ്പയൊക്കെ ഉണ്ട്. അവിടെ കണ്ടോ പശയുടെ ഇതുണ്ടോ, അത് പശയുടെ ഇതാ ടിന്ന്. എന്തോ വലിയ കഥ പറയുന്നുണ്ട് മമ്മി ഇവിടെ ഇരുന്നുണ്ട്. എന്തമ്മ പറയുന്നത്? എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേക്ക് എടുത്തിട്ട് നമ്മളെ അങ്ങ് പോയി എണ്ണാന്ന് പറഞ്ഞ ആദ്യം. എന്നിട്ട് അമ്മച്ചി ഇവിടുന്ന് ഈ 2 ലൈൻ അങ്ങോട്ട് അത് അവിടെ കിടപ്പുണ്ട് കേട്ടോ അമ്മേ.
ഈ ലൈനിൽ കിടപ്പുണ്ട്. നമ്മൾ ഞങ്ങൾ എണ്ണ അമ്മച്ചി കൂട്ടിയാൽ മതി. ഈ സൈഡിൽ എടുത്തോട്ട് മതി. അമ്മയമ്മോളും സൂപ്പറല്ലേ ഗൈസ്. ചെയ്താൽ മതി. ഞങ്ങൾ കണ്ടിന്യൂയിൽ കൂട്ടിയാൽ മതി. ഇത് ഇവിടെ നമ്മൾ അപ്പം ഞങ്ങൾ ഒട്ടുപാല് വെറുക്കാൻ വരുന്നത് മുകളിലാണ് കഷ്ടപ്പെട്ട് ഞങ്ങളുള്ളത്. മരമൊക്കെ എണ്ണട്ടെ. ചോക്കൊക്കെ എടുത്തിട്ടുണ്ട്. 100 മരമാകുമ്പോൾ 100 എന്ന് എഴുതി വെക്കും മരത്തേൽ. സൂപ്പറല്ലേ? പോട്ടെ, മമ്മിയുടെ പുറകെ നടക്കാം. കണ്ടോ ഗ്യാസിൻ്റെ കൂടെ ഇത് മറ്റേ നമ്മുടെ പാലൊഴിക്കുന്ന ഇത് ടിന്നാണിത്. ഡ്രമ്മ്. ഇങ്ങനെ അങ്ങോട്ട് വന്നല്ല ഈ ഷീറ്റ് അടിക്കത്തില്ല, ചിലവർ ഷീറ്റ് അടിക്കത്തില്ല. ഈ പാൽ അതേപടി കൊണ്ടുപോയിട്ട് ആ ടിന്നിനകത്ത് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് അത് കൊണ്ടിട്ട് അങ്ങനെ തന്നെ കൊണ്ട് കൊടുക്കും ആൾക്കാർ. അങ്ങനെ കൊണ്ട് കൊടുക്കും. അപ്പം ഞാനും അപ്പം മമ്മിയും കൂടെ മരം എണ്ണാൻ പോവാം. അപ്പം എന്നാ പറയുന്നത്, അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എണ്ണി ബാക്ക് വശം കാണിച്ചു തരാവേ. ഞങ്ങൾ അവിടെ നിന്ന് എണ്ണി സ്റ്റാർട്ട് ചെയ്യും. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. കാലേ കല്ല് കൊണ്ട് ഗൈസ്. നമുക്ക് ആ ഈ ലൈൻ്റെ അങ്ങ് ഒന്നേ വരച്ചിട്ട് വരാമോ? ഈ ലൈൻ അങ്ങ് പോയിട്ട് അതിലേക്കൂടെ തീർത്തിങ്ങി വരാം. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ നിന്ന് ഒന്നെണ്ണിക്കൊണ്ടിങ്ങ് വരെ വേഗം നടക്ക്, ഓടി ഓടി നടക്ക്. പണി പെട്ടെന്ന് തീർത്തിട്ട് പോവാടാ. അടുത്തുള്ളത് ഒന്നേ കണ്ണോട് കണ്ടപ്പോൾ ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ എൻ്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അപ്പം ഏത് പാട്ട് പാടണം എന്ന് പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ആ പാട്ടൊക്കെ നിങ്ങൾക്ക് പാടിത്തരും. അതെന്താണേലും, ഈശോ പാട്ടാണേലും സിനിമാ പാട്ടാണേലും എങ്ങനത്തെ ആണേലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആണ് കാര്യങ്ങൾ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പണി എടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഫോണും പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പണി നടക്കത്തില്ല. പിന്നെ ഫോൺ ഹീറ്റാവുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ അറിയാമല്ലോ, എൻ്റെ വീഡിയോ ഫസ്റ്റ് തൊട്ട് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം. ഈ ഫോണും കണ്ട് ചൂടിൻ്റെ കേസും പറഞ്ഞാൽ കുറേ നടന്ന ഫോൺ ഹീറ്റിംഗ് ആണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് പ്രശ്നങ്ങൾ. അപ്പം കുറേ നേരം ഇങ്ങനെ ഈ ഇത്രയും എന്നാ പറയുന്നത്, ചൂടും വെച്ചുകൊണ്ട് അങ്ങനെ നടക്കാനും പറ്റത്തില്ല. പിന്നെ വെയിലായതുകൊണ്ട് ഫോൺ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. മതിയെന്ന്. അപ്പോൾ പണിയെടുക്കട്ടെ. കണ്ടോ ഗൈസ്, പണിയെടുത്ത് വേർത്തു. കണ്ടോ കണ്ടോ നെറ്റി കണ്ടോ? ഇനിയുണ്ട്. അങ്ങോട്ട് എണ്ണി പോകണം. 9 തുടങ്ങി. പക്ഷേ ഇതിൻ്റെ എൻഡ് വർഷം കണ്ടുപിടിക്കണമെങ്കിൽ ഇമ്മണി പണിയാം. ഞാൻ എന്തിലെങ്കിലുമൊക്കെ ഒരു തീരുമാനമാക്കി വെച്ചും വരാം. ഗൈസ്, ഞങ്ങൾ ശരിക്കും മടുത്തു. വേർത്ത് ചത്ത് പണ്ടാരം അടങ്ങി ഞങ്ങളിവിടെ ഇരിക്കുക. മമ്മിയും മടുത്തു, ഞാനും മടുത്തു. ഇനി ഇപ്പോൾ 340 മരം ഞങ്ങൾ എണ്ണി. ഹൊറിബിൾ. കൊതുകടിയും കൊണ്ട് എണ്ണി ഞങ്ങൾ മടുത്തു. ഇനി വേറെ വല്ല സൂക്കാടും പിടിക്കുമെന്ന് അടുത്ത ടെൻഷൻ. മമ്മിനെ കഴിച്ചു തരാവേ. ഷോ, എന്താ ഇങ്ങനെ ചെയ്യുന്ന? കളറില്ലല്ലോ. ഇപ്പം കാണാം. കണ്ടോ, ചത്തിരിക്കുകയാണ് ഗൈസ്. തിളച്ച് ചത്തു. ഉണ്ടോ, ഞാനും ചത്തു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വീഡിയോ എടുക്കാം. ഫോണിലെ ചാർജും തീരാനായി. ടാറ്റാ ഗൈസ്, ഞങ്ങളുടെ പണി കഴിഞ്ഞു. എൻ്റെയും പണി കഴിഞ്ഞു. അടുത്തു വയ്യാണ്ടായി. അപ്പോൾ ടോട്ടൽ ഒരു 586 മരം ഇവിടെ തന്നെ ഉണ്ട്. ഇനിയും വേറെ എവിടെയൊക്കെ ഉണ്ട്, താഴോട്ടൊക്കെ ഉണ്ട്. അവിടെ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നേ ഉള്ളൂ. പ്ലാസ്റ്റിക് ഒട്ടിച്ച മരങ്ങളുടെ എണ്ണം എടുക്കാനാണ് വന്നത്. പിന്നെ വിറക് അവിടെ ഇടയ്ക്ക് ആയിട്ട് കൂട്ടി അത് പിന്നെ ഒരു ദിവസം എടുക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് ഭയങ്കര വെയിലല്ലേ, ഉച്ചയിലാണ് വെയിലടിക്കുന്നത്. ഇപ്പോൾ ഞാൻ തണലുള്ള സ്ഥലം നോക്കി വന്നിരുന്നതായതുകൊണ്ട് അത്രയും ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. ബായ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ കാണാം.